ഈശോയുടെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്ന് ഓഗസ്റ്റ് 13 സഭയിൽ ജോൺ ബെർക്ക്മാൻസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ജോൺ ബെർക്ക്മാൻസ് ഓൾട്ടർ സർവീസിന്റെ മധ്യസ്ഥനാണ്. എന്ന് പറഞ്ഞാൽ അൾത്താര സംഘാംഗങ്ങൾ അതുപോലെ തന്നെ കപ്പ്യാരുമാര് ഇവരുടെയൊക്കെ മധ്യസ്ഥനാണ് സഭയിലെ വിശുദ്ധ ജോൺ ബെർക്ക്മാൻസ്. അവർക്കെല്ലാവർക്കും ഇന്ന ദിനത്തിന്റെ മംഗളങ്ങളെ സ്നേഹപൂർവ്വം നേരുകയാണ്. ദൈവത്തിന്റെ ആൾക്കാരിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ലഭിക്കുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ആരാധനാക്രമത്തിന്റെ ഇടയിലും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ആൾക്കാരില് ബലിയർപ്പിക്കുന്ന പുരോഹിതരോട് ചേർന്ന് നിന്ന് അവിടെ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ നമ്മുടെ ഇടവകയിലെ ആൾക്കാർ സംഘാംഗങ്ങള് അതുപോലെ തന്നെ ദേവാലയ ശുശ്രൂഷകൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചത്. സാധാരണ മുക്കുവന്മാരെ ഈശോ വിളിക്കുന്നു, പെട്ടെന്ന് അവരുടെ അഡ്രസ്സ് തന്നെ മാറുകയാണ്. ഈശോ പറയുന്നു, നിങ്ങൾ മീൻ പിടിക്കുന്നവരാണ്, പക്ഷെ എന്റെ പിന്നാലെ വന്ന് നിങ്ങൾ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഒരു ഉടനെ തന്നെ ഈശോയുടെ പിന്നാലെ പോവുകയാണ്. ഒരു റാഡിക്കൽ ചേഞ്ച് അവിടെ ഉണ്ടാവുകയാണ്. എന്ന് പറഞ്ഞാൽ ആ നിമിഷം വരെ അവര് മീൻപിടുത്തക്കാരായിരുന്നു, പെട്ടെന്ന് അവര് ഈശോയുടെ ശിഷ്യന്മാരെ മാറുന്നു. ഈശോയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവര് മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ ഇതുപോലൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എപ്പോഴാണ് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, ഈശോയുടെ പിന്നാലെ നടക്കുമ്പോൾ ഇതുപോലൊരു റാഡിക്കൽ ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണ് എന്ന സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു തവണ ഈശോ വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോകുന്ന ഈ ശിഷ്യന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടേതായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത്തരം ഒരു ചേഞ്ച് സാധ്യമാണ് എന്ന് ഈശോ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ ഈശോയുടെ പിന്നാലെ ശിഷ്യന്മാരുടെ മനോഭാവത്തോടെ നടക്കാനുള്ള ഒരു നമുക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്